ഹായ് PSC ആസ്പിറൻസ് ഡിഗ്രി പ്രിലിംസിൻ്റെ കൺഫർമേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൺഫർമേഷനൊക്കെ കൊടുത്ത് നന്നായിട്ട് പഠിക്കുക. വളരെ കുറഞ്ഞ ടൈം മാത്രമേ നമ്മളെ മുന്നിലുള്ളൂ. അപ്പോൾ ഞാനൊരു കൃത്യമായ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു ബെറ്റർ ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്ത് പഠിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ ഞാൻ തയ്യാറാക്കിയ സ്റ്റഡി പ്ലാനിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനാണ് ഞാൻ ഇപ്പം തയ്യാറാക്കിയത്. അതിൽ ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം രാവിലെ പഠിക്കുക എന്നുള്ളതാണ് സെറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് സിലബസ് പ്രകാരം സ്റ്റഡി പ്ലാൻ ടോപ്പിക്ക് എഴുതുക മാത്രമല്ല, അപ്പോൾ നമ്മുടെ എണീക്കുന്ന ടൈം മുതൽ നമ്മൾ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തിയാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നിയാണ് ഇങ്ങനെ ഒരു വെർഷൻ ഞാനിപ്പം സെറ്റ് ചെയ്തത്. രാവിലെ 5 മണി മുതൽ പഠനം തുടങ്ങും. 1 മണിക്കൂർ രാവിലെ പഠിക്കാനുള്ള ടൈമാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് പഠിക്കുന്നത്, ടോപ്പിക് സെലക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 2021 മുതൽ നടന്ന പ്രിലിംസിൻ്റെ ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ടാണ് ഞാൻ ഇത്തവണ ടോപ്പിക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ടോപ്പിക്കും അങ്ങനെ കവർ ചെയ്ത് പോകാനാണ്. മറ്റേത് ഞാൻ ആദ്യം ഒരു ടോപ്പിക്ക് എടുക്കും, അതിനുശേഷം PYQ പഠിക്കുന്നത് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോഴത്തെ സ്റ്റഡി പ്ലാനിൽ ഞാൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആക്കിയിട്ട് ഇപ്പം ഏത് ടോപ്പിക്കിൽ നിന്നാണോ ക്വസ്റ്റ്യൻ വന്നത് ആ ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്ത് പഠിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ഫസ്റ്റ് ഞാൻ ഡിഗ്രി പ്രിലിംസിൻ്റെ 2021 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ എടുത്ത ക്വസ്റ്റ്യനിൽ തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഞാൻ അതാണ് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. റാങ്ക് ഫയൽ എൻ്റെ അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ നോട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫസ്റ്റ് റാങ്ക് ഫയൽ നോക്കിയാണ് പഠിച്ചത്. അതിനുശേഷം നെക്സ്റ്റ് ഞാൻ മൂന്നാമതായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്തപ്പം പഠിക്കാൻ എളുപ്പത്തിന് പോലെ തയ്യാറാക്കുക എന്നുള്ളത്. അപ്പം ചെറിയ ഒരു പേപ്പറിന് 4 പീസാക്കിയിട്ട് അതിൽ നോട്ട് പാഡ് പോലെ ഞാൻ പഠിക്കുന്നതിന് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ എഴുതി അതിൽ ഞാൻ രേഖപ്പെടുത്തി വയ്ക്കും. അതാകുമ്പോഴത്തേക്കും എനിക്ക് റിവിഷൻ ചെയ്യാൻ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് ഞാൻ ചെയ്തത്. ഇത് കണക്ക് ഞാൻ ഒരുപാട് നോട്ട് പാഡ് സെറ്റ് ചെയ്യാകുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് യാത്രക്കിടയിലായാലും അല്ലെങ്കിലും വീട്ടിലായാലും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്കത് കയ്യിൽ വെച്ച് വായിക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാകും. അപ്പം നമുക്കിങ്ങനെ പുറത്ത് ജസ്റ്റ് നടന്നുകൊണ്ടൊക്കെ വായിക്കാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാനെടുത്ത മൂന്നാമത്തെ മെത്തേഡ്. നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ കൊടുത്ത് നല്ല അതിനൊരു ഇംപ്രസീവ് ടൈപ്പിലാക്കുമ്പോഴത്തേക്കും നമ്മുടെ മെമ്മറിയിൽ കുറച്ചും കൂടി അത് അട്രാക്റ്റീവായിട്ട് പതിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കളർഫുള്ളായിട്ട് ക്രയോൺസ് വെച്ചിട്ടാണ് ഞാൻ കളർഫുള്ളായിട്ട് അത് നോട്ട് പാഡ് തയ്യാറാക്കുന്നത്. ആ ഒരു മെത്തേഡ് എനിക്ക് ഭയങ്കരമായിട്ടും യൂസ്ഫുള്ളായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഓരോ പോയിൻറ്റും പഠിക്കുമ്പോഴത്തേക്കും വളരെ കൃത്യതയോടു കൂടി പഠിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുമല്ല ഇപ്പം 6 മണിക്കൂർ ആ ടൈം പീരീഡ് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ 1 മിനിറ്റ് ഞാൻ റെസ്റ്റ് എടുക്കണമെങ്കിൽ പോലും അത് ഞാനൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം കറക്റ്റ് ഞാൻ ഒരു ദിവസം എത്ര മണിക്കൂർ എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ നോക്കുന്നത്. അതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും സെറ്റ് ചെയ്തത്. അപ്പം റിവിഷൻ ചെയ്യാൻ സമയത്ത് നമുക്ക് ഈ നോട്ട് പാഡുകളും ഭയങ്കര യൂസ്ഫുള്ളാകും. അപ്പം റാങ്ക് ഫയൽ ആദ്യം വായിക്കുന്നു, അതിന് ശേഷം നോട്ട് പാഡിൽ നമ്മൾ എഴുതുന്നു, അതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് വായിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പഠിച്ച പോയിൻ്റ് നമുക്ക് ആ ടൈമിൽ തന്നെ പഠിച്ച് തീർക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആകുന്നു. ഇപ്പം എവിടെയാണോ പഠിക്കുന്നത് ആ ഒരു ഭാഗത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവസാനം അത് ഓർഡർ ബേസിലാക്കിയാൽ മതിയാവും. ഇപ്പം ഇന്ന് ഞാൻ പഠിച്ച തിരുവിതാംകൂറിലെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും കുറിച്ചിട്ടാണ്. അപ്പം അത്രയും കാര്യങ്ങളാണ് ഞാൻ നോട്ട് പാഡിൽ എഴുതി ആ ഒരു പേജിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത നെക്സ്റ്റ് കാർത്തിക തിരുനാളിനെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ ഈ ഒരു ഭാഗം വായിച്ചിട്ട് വേണം നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും ഒരു റിവിഷൻ കിട്ടും. അപ്പോൾ എത്ര ടൈം നമ്മൾ ഈ ഒരു ഭാഗം പഠിക്കാൻ എടുക്കുന്നു അത്രയും ദിവസം നമുക്കിതൊരു റിവിഷൻ ബേസായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളെ മനസ്സിലാക്കാനുള്ളത്. സെക്ഷൻ നോക്കി നമ്മൾ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. PYQ മെത്തേഡ് വളരെയധികം എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.